ഇപ്പോൾ PK ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം വ്യക്തിക്കോ സംഘടനക്കോ വിട്ടുകൊടുക്കണമെങ്കിൽ 5 കോടി രൂപ ഡെപ്പോസിറ്റ് അടക്കണം. ഒരു നയ പൈസ ഡെപ്പോസിറ്റ് നൽകാതെയാണ് ഈ സ്വകാര്യ കമ്പനിക്ക് കൊച്ചി സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി വാക്കാൽ നിർദ്ദേശം കൊടുത്തത്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാർ 5 കോടിയുടെ ഡെപ്പോസിറ്റിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ ഒഴിവാക്കി കൊടുക്കണമെന്നൊരു നിർദ്ദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എങ്ങനെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുഖ്യമന്ത്രി ഒരു 5 കോടിയുടെ ഡെപ്പോസിറ്റ് ഒഴിവാക്കി കൊടുക്കുന്നത്? മാത്രമല്ല, ഈ യോഗത്തിന്റെ എല്ലാം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഈ സ്വകാര്യ കമ്പനി ഞാൻ സർക്കാരിന്റെ ഒരു ഏജൻസിയാണ് എന്ന രീതിയിലാണ് പെരുമാറിയത്. DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 2 യോഗങ്ങൾ ഈ സ്വകാര്യ കമ്പനിയുടെ മേൽനോട്ടത്തിൽ നടന്നു. അപ്പൊ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള അംബിഗിറ്റിയുള്ള ഒരു ഇടപാടിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സംസ്ഥാന സർക്കാരിൽ അന്നത്തെ കായിക മന്ത്രിക്കുള്ള അമിതമായ സ്വാധീനം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാട്. ഇത് ഏതാണെന്നുള്ളത് വ്യക്തമാകണമെങ്കിൽ കൃത്യമായൊരു അന്വേഷണം നടക്കണം. അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതേ സംബന്ധിച്ച് പ്രതികരിക്കണം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ ഒരു ഇടപാടിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ, അന്നത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ഒരാൾ പോയി ഇരിക്കുന്നത്? ഇതൊന്നും പരിശോധിക്കാതാണോ? ഇതേതാണ് ഈ ടൂർ പ്രോഡ് എൻഡർ എന്ന് പറയുന്ന ഈ ഏജൻസി ഏതാണ്? സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റുമായി നടത്തിയത്, കത്തിടപാടുകൾ നടത്തിയത് സംസ്ഥാന ഗവൺമെന്റാണ്. ഫെമയുടെ പെർമിഷന് വേണ്ടി ഈ ടൂർ പ്രോഡ് എൻഡർ എന്ന് പറയുന്ന കമ്പനിക്ക് പണമടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടി, ഫെമയുടെ അനുമതിക്ക് വേണ്ടി കേന്ദ്രത്തിന് കത്തയക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പൊ ഈ ടൂർ പ്രോഡ് എൻഡറിനെ പോലെയുള്ളൊരു ഏജൻസിയുടെ മുൻപുള്ള ആക്ടിവിറ്റികളൊന്നും പരിശോധിക്കാതെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കത്തയക്കുന്നത് കേന്ദ്രവുമായി? അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. എങ്ങനെ? അതെ, അല്ല, അദ്ദേഹമാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ സ്പെയിനിൽ പോയത് സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗിച്ച്, നികുതി പണം ഉപയോഗിച്ച് സ്പെയിനിൽ പോയത് അന്നത്തെ കായിക മന്ത്രിയും സംഘവും. തിരിച്ചു വന്ന് മെസ്സി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞത് കായിക മന്ത്രി. പിന്നീട് പലതവണ അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും വരവ് ഉറപ്പിച്ചത് കായിക മന്ത്രി. ഈ പറയുന്ന സ്വകാര്യ ടെലിവിഷൻ കമ്പനിക്ക് കൊച്ചി സ്റ്റേഡിയം കൈമാറിയത് കായിക വകുപ്പ്. അതുപോലെ തന്നെ ഇതിന്റെ സ്പോൺസർ ഈ കമ്പനിയാണ് എന്ന് പറഞ്ഞത് കായിക മന്ത്രി. അപ്പൊ ഇതെല്ലാം കായിക മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ തെളിവുകളല്ലേ? അപ്പോൾ കായിക മന്ത്രിക്ക് മറ്റ് ഇടപാടുകളിൽ ബന്ധമില്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയട്ടെ. അങ്ങനെ ബന്ധമില്ലെങ്കിൽ എന്തിനാണ് ഫെമയുടെ പെർമിഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത്? ഈ പണം അവിടേക്ക് അയച്ച്, അമേരിക്കയിലെ ഒരു കമ്പനിയിലേക്ക് അയച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ റിവേഴ്സ് ഹവാലയ്ക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കണം. കാരണം ഒരു കാര്യം വ്യക്തമാണ്, മെസ്സി കേരളത്തിൽ വന്നിട്ടില്ല, അർജന്റീന ടീം കേരളത്തിൽ വന്നിട്ടില്ല. മെസ്സി കേരളത്തിൽ വരാതെ ഇന്ത്യയിൽ എവിടെയും കാലുകുത്തില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ ഇന്ത്യയിൽ മെസ്സി വന്നിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ അത് ബോധ്യമാവുകയുള്ളൂ. ഇപ്പോൾ കായിക സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് ഈ ഗുരുതരമായ അഴിമതിയിലേക്ക് വെളിച്ചം വീശുന്ന ചില രേഖകളാണ്. ആ രേഖകളെ തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. വിജിലൻസ് അന്വേഷണം മാത്രം മതിയാവില്ല. കാരണം കേരളത്തിലെ ഒരു മന്ത്രി, അതുപോലെ തന്നെ കായിക വകുപ്പ്, അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി, അന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലകൾ ഉൾപ്പെടെ പങ്കെടുത്ത വിവിധ യോഗങ്ങൾ, അവർക്കൊക്കെയുള്ള ബന്ധപ്പെടലുകൾ, അവർ നടത്തിയ കത്തിടപാടുകൾ, ഇതെല്ലാം പരിശോധിക്കാൻ വിജിലൻസ് മതിയാകും. അതുകൊണ്ട് വിജിലൻസ് ഒരു ഇന്റേണൽ എൻക്വയറി എന്ന നിലക്ക്, സംസ്ഥാനത്തിനകത്ത് ഒരു എൻക്വയറി എന്ന നിലക്ക് വിജിലൻസിന് അന്വേഷണം അനിവാര്യമാണ്. അതോടൊപ്പം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയും വേണം എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്.
തീർച്ചയായിട്ടും ഉണ്ട്. കായിക വകുപ്പ് അന്വേഷണം നടത്തിയപ്പോൾ കായിക വകുപ്പോ GCDAയോ ഈ പറയുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി ഏർപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെയും രേഖകൾ കിട്ടിയിട്ടില്ല. അന്ന് കായിക മന്ത്രി പറഞ്ഞത് പിന്നെ എഗ്രിമെന്റ് ഉണ്ട് എന്നാണ്. പക്ഷെ ഒരു എഗ്രിമെന്റും അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു എഗ്രിമെന്റ് പോലും ഇല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്റ്റേഡിയം ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ പറ്റുമോ? 5 കോടിയുടെ ഡെപ്പോസിറ്റ് ഒഴിവാക്കിയത് ഏത് സാഹചര്യത്തിൽ? എന്തെല്ലാം പ്രവർത്തികൾ അവിടെ നടക്കണമെന്നായിരുന്നു കരാറുണ്ടായിരുന്നത്? ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ഒരു കരാറ് വേണ്ടേ? സെക്രട്ടേറിയറ്റ് നാളെ ഏതെങ്കിലും ഒരു കമ്പനി വന്നിട്ട് ഞങ്ങൾ അതൊന്ന് റിനോവേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടേറിയറ്റ് ഒരു കരാറുമില്ലാതെ ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് കൈമാറുമോ? എന്നതുപോലെയല്ലേ സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്റ്റേഡിയം, GCDയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സ്റ്റേഡിയം ഒരു കമ്പനി കൈമാറിയത് ഒരു എഗ്രിമെന്റും ഇല്ലാതെയാണ്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അപ്പൊ ഇതിനകത്തൊക്കെ പല ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളാണ് പുറത്തു വരേണ്ടത്. അതാണ് അന്ന് മെസ്സി വരും എന്ന് അദ്ദേഹം അവകാശപ്പെട്ടപ്പോൾ ഒന്ന് നമുക്കറിയാലോ, ഈ പറയുന്ന കായിക മന്ത്രിയുടെ അവകാശവാദങ്ങളും അതുപോലെ തന്നെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്ന സ്പോൺസറുടെയും ഒക്കെ ഒരു ഭൂതകാലം എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടല്ലോ. അവരൊക്കെ പറഞ്ഞ അവകാശവാദങ്ങൾ ഏതാണ് ഇവിടെ നടന്നത്? അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് മെസ്സി വരാൻ ഒരു സാധ്യതയില്ല എന്ന്. ഇപ്പോഴെങ്കിലും അത് വ്യക്തമായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും നിലക്ക് മെസ്സി വരുന്നതിലുള്ള ഒരു അസൂയ കൊണ്ടല്ല, വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് സംബന്ധിച്ച് നടന്നത് എന്ന് ഞങ്ങൾക്കന്ന് സംശയമുള്ളത് കൊണ്ടാണ്. ആ സംശയത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തോ പണമിടപാട് നടത്താനും ചില കള്ളപ്പണ ഇടപാടുകൾ നടത്താനും മാത്രമായിരുന്നു ഈ അവകാശവാദമെന്നും മെസ്സി കേരളത്തിൽ വന്നില്ല എന്ന് മാത്രമല്ല, വിവിധ സമയങ്ങൾ മാറ്റി പറഞ്ഞിട്ടും ആ സമയങ്ങളിലൊന്നും മെസ്സി വന്നില്ല. ആദ്യം പറഞ്ഞു നവംബറിൽ വരും, പിന്നെ പറഞ്ഞു ജനുവരിയിൽ വരും, പിന്നെ പറഞ്ഞു മെസ്സി വന്നിട്ടേ ഞങ്ങളൊക്കെ പോവുള്ളൂ എന്ന് പറഞ്ഞു. മെസ്സി വന്നില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ വേറെ എവിടത്തും കാലുകുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു. അവസാനം കേരളം കേട്ടത് എന്താണ്? മെസ്സി വരാത്തത് കൊണ്ട് മെസ്സിക്ക് പോയിന്ന്. ഇതെല്ലാം നമ്മൾ സഹിച്ചില്ലേ? അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരാളുടെ വിടുവായത്തമാണെന്ന് പറയാം. പക്ഷെ ഇപ്പം അങ്ങനെ വിടുവായത്തം മാത്രമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇത് ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും ആ ഇടപാടുകൾ നടത്തിയ ഒരു ഏജൻസി ഒരു കള്ളപ്പണ ഇടപാട് കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, അമേരിക്കയിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണെന്നും ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ അതത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് എഗ്രിമെന്റുകൾ പോലും വെക്കാത്തത് തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനാണ് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കായിക മന്ത്രാലയമോ കായിക വകുപ്പോ ഈ പറയുന്ന കമ്പനികളായൊന്നും ഒരു എഗ്രിമെന്റ് വെക്കാതെ ഈ ഇടപാടുകളൊക്കെ നടത്തിയത് തെളിവുകളില്ലാതെ ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്പോൺസറും മൗനത്തിലാണ്. എന്തെല്ലാം തള്ളലുകളായിരുന്നു നമ്മൾ കേട്ടത്. സ്പോൺസറും ആ ചാനലിലെ അവതാരകരും ഒക്കെ തള്ളിയ തള്ളലുകൾ കേട്ട് കേരളം കോരിത്തെരിച്ചു പോയിട്ടുണ്ട്. അതെ, അല്ല, അതായത് കേന്ദ്ര സർക്കാരുമായി നടത്തിയ കത്തിടപാടുകൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് $15 മില്യൺ വിദേശത്തേക്ക് കടത്താൻ വേണ്ടി ഫെമയുടെ അനുമതി ചോദിച്ചിരിക്കുന്നു. ഈ പറയുന്ന ടൂർ പ്രോഡെൻഡർ എന്ന് പറയുന്ന ഒരു ഏജൻസിക്കാണ് പണം കൈമാറേണ്ടത് എന്നും അന്നത്തെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പണം കൈമാറിയിരിക്കുന്നു എന്ന് ഈ പറയുന്ന കമ്പനി അവകാശപ്പെട്ടിരിക്കുന്നു. അതിന്റെ റെസിപ്റ്റ് കയ്യിലുണ്ട് എന്നും അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെയെങ്കിൽ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഏജൻസിക്കാണ് കൈമാറിയതെങ്കിൽ ഈ പറയുന്ന ഏജൻസി അമേരിക്കയിൽ മണി ലോണ്ടറിംഗ് കേസിൽ അന്വേഷണം നേരിടുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ന്യായമായി സംശയം ഉന്നയിക്കുന്നത്. മെസ്സി വന്നില്ല, അർജന്റീന ടീം വന്നില്ല, ഈ പണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അതല്ലെങ്കിൽ പണം കൈമാറിയിട്ടില്ലെങ്കിൽ ഈ കമ്പനി പറയട്ടെ,
ഞങ്ങൾ ജനങ്ങളോട് കള്ളം പറഞ്ഞതായിരുന്നു, ഞങ്ങൾ പണം കൈമാറിയിട്ടില്ല. ആ കമ്പനി പറയട്ടെ. അങ്ങനെ കമ്പനി പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയാൽ മാത്രമേ പണം കൈമാറിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആർക്ക്, എന്തിന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല, ഈ കമ്പനി മെസ്സി വരുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചതാണെങ്കിൽ ഈ കമ്പനി കേസ് കൊടുത്തോ? കമ്പനി പറയുന്നു ഞങ്ങൾ കേസ് കൊടുക്കുന്നു. കമ്പനി കേസ് കൊടുത്തിട്ടുണ്ടോ? ഏത് കോടതിയിലാണ് കേസ് കൊടുത്തത്? എങ്കിൽ അതിൻ്റെ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയട്ടെ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തങ്ങളെ കബളിപ്പിച്ചത്, ഈ കമ്പനി കബളിപ്പിച്ചതാണ്, AFA കബളിപ്പിച്ചതാണെങ്കിൽ ആ AFAക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഈ പറയുന്ന ടൂർ പ്രോഡ് എന്ററിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ലിയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംശയാസ്പദമായ ഒട്ടേറെ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ അതിന്റെ സ്പോൺസർ കൂടിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതോടൊപ്പം തന്നെ സർക്കാരും തമ്മിൽ ഒരു ഇടപാടുകളും രേഖാമൂലം ഉണ്ടാക്കിയിട്ടില്ല. അത് തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള, പഴുതുകളില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്ന കാര്യം വ്യക്തമാണെന്നടക്കമുള്ള വലിയ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. PK ഫിറോസ് MLA ആയിരുന്നു മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.